ചേട്ടാ ഇലക്ഷൻ ചൂടൊക്കെ എങ്ങനെയുണ്ട്? ഇലക്ഷൻ നല്ല ചൂടാണ്. വളരെ വളരെ കറക്റ്റ് ആണ്. പറഞ്ഞോളൂ. നല്ല ചൂടാണ്. ആര് പിടിക്കും? മനസ്സിൽ തന്നെ പിടിക്കും. എങ്ങനെയുണ്ട്? മാറ്റാൻ അനിവാര്യമാണ്. മൊത്തത്തിൽ മാറ്റാൻ അനിവാര്യമാണോ? മൊത്തത്തിൽ മണ്ണാർക്കാട് മാത്രം പറയാ മതി. മൊത്തത്തിൽ മാറണം. മണ്ണാർക്കാട് 10 വർഷം കൊണ്ട് ഇപ്പൊ LDF സർക്കാരിനെ കൊണ്ട് വല്ല ഉപദ്രവം ഉണ്ടായിരിക്കുന്നു. എന്താ ശരിയല്ല മാവ? ശരിയല്ലെന്ന് എടുത്തു പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? ഉപദ്രവം ഉണ്ടായെന്ന് ചോദിച്ചാ എന്തെങ്കിലും ഉണ്ടോ? എന്നോടാണോ ചോദ്യം? എനിക്ക് പേഴ്സണലി ഇതൊക്കെ മാറ്റി നിർത്തിയിട്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം ഉപദ്രവമുണ്ട്. 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 എനിക്ക് ഉപദ്രവമുണ്ട്. വയനാട്ടിൽ ഒരു കേസിന്റെ ലിസ്റ്റ് പുറത്തുവിട്ടതിന്റെ പേരിൽ എന്റെ പേരിൽ തന്നെ 2 കേസുണ്ട്. അപ്പൊ മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ പാടില്ല എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറുന്നതിന്റെ ഒരു ഏരിയ തന്നെയാണ് ഞാൻ. അടിയോടി പറഞ്ഞാലും കാര്യമുണ്ട്. എനിക്ക് എന്റെ കാര്യത്തിൽ പറയാലോ, എനിക്ക് നല്ല ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്. കളിപ്പ അവന്റെ കയ്യിലാ. ഇടയിൽ കയറിയാലേ നമ്മളങ്ങോട്ട് നാറും. പബ്ലിഷ് ചെയ്യുമല്ലോ. പിന്നെ ഇല്ല ഞാൻ ഇങ്ങനെ തന്നെ പബ്ലിഷ് ചെയ്യും. അങ്ങനെ ഒരു കുഴപ്പമില്ല. സാധാരണക്കാർ ജനങ്ങൾക്ക് ഈ പെൻഷൻ ഉണ്ടല്ലോ, അത് വലിയ നേട്ടം തന്നെയാണ്. അതല്ലേ സർക്കാർ വീണ്ടും വരും. ഇവനാണ് ശരിയല്ലല്ലോ. അതിപ്പോ സർക്കാർ അത് നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായമാണ്. രൂപ പെൻഷൻ കിട്ടിയ സമയത്ത് ബാങ്ക് വഴിയായിരുന്നു. 300 രൂപ ഓട്ടോ ചാർജ് കൊടുത്തിട്ട് വേണം വയസ്സന്മാർക്ക് 600 വാങ്ങാൻ. എന്തോ കാര്യമായിട്ട് പറയണുണ്ട് അല്ലേ? ഇപ്പൊ വീട്ടിലൊരാള് രോഗിയായിട്ട് കിടക്കുകയാണെങ്കിലും 60 കഴിഞ്ഞ ആൾക്ക് 600 രൂപ എന്ന് പറയുമ്പോൾ 10 വർഷം കാലം മാറി രാജ. അതല്ലേ പിന്നെ നേട്ടം പറയുന്നത്. വികസനം പറഞ്ഞില്ലേ, അത് പിണറായിയുടെ വിജയന്റെ വികസനമാണ്. എങ്ങനെ പിണറായി വിജയന്റെ വികസനമാണ് അല്ലേ? എന്നോട് തിരിച്ചാണ് ചോദ്യം. ഞാൻ നിങ്ങളുടെ അഭിപ്രായം വന്നത്. ഉരുളക്കുപ്പേരി കോളേജിൽ ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ. എന്നോട് തിരിച്ചു ചോദിക്കണേന് ഞാൻ ആൻസർ പറയാം. അല്ലേ എന്ന് ചോദിച്ചാൽ അല്ലേ ആണോ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അല്ല, കുടുങ്ങലല്ല. എനിക്ക് ഉപദ്രവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്. അതെന്താ എന്ന് ചോദിച്ചാ ഈ പുറത്ത് വാർത്ത വിട്ടതിന്റെ പേരിൽ 2 കേസുണ്ട്. ഇഷ്ടംപോലെ കേസ് ഇപ്പൊ കേരളത്തിലെ മൊത്തം മാധ്യമപ്രവർത്തകർ ആവശ്യമില്ലാത്ത ഇട്ടതിന്റെ പേരിലല്ല, കൃത്യമായ കണക്കുകൾ പുറത്തുവിട്ടതിന്റെ പേരിലാണ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടല്ലോ. ഹൈക്കോടതി വിമർശനം കിട്ടിയിട്ടുണ്ടല്ലോ ഈ പറയുന്ന പിണറായി വിജയന്. ഹൈക്കോടതി വിധിയുടെ പകർപ്പിപ്പ് എനിക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ക്രൈം നന്ദകുമാർ, ഷാജൻ സ്കറിയ, ഈ സുമേഷ് മാർക്കപ്പോൾ, അങ്ങനെ ഓരോ മാധ്യമപ്രവർത്തകരെ, വിനു വിജോൺ, എല്ലാവരും ഷാജൻ സ്കറിയയുടെ ചാനലിനെ പറ്റി പറയാനല്ല ഞാനിവിടെ വന്നത്. എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? ഷാജൻ സ്കറിയെ പോലെ അങ്ങനെ ബാക്കി എല്ലാ ചാനൽ പ്രവർത്തകരുടെ നിഷ്പക്ഷത അളക്കാനല്ല ഞാൻ വന്നത്. ഞാൻ മണ്ണാർക്കാടിന്റെ വൈബ് അറിയാനാണ് വന്നത്. മണ്ണാർക്കാടിന്റെ വൈബ് അറിയാൻ മാത്രമാണ് വന്നത്. 10,000 വോട്ടിന് മൻസൂർ ബക്കർ ജയിക്കും. ജയിച്ചോട്ടെ. കൈവിടില്ല. അപ്പുറത്തും സ്വന്തം നാട്ടുകാരൻ. അത് എല്ലാവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അല്ല. എന്തോ എന്നാലും ആർക്കാണല്ലോ. ഞാൻ പിണറായി വിജയന്റെ സ്വഭാവം എനിക്കില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ആസ് എ വ്യക്തി എന്ന നിലയിൽ എനിക്ക് തരാൻ പറ്റും. അദ്ദേഹം എനിക്ക് തന്നിട്ടില്ല. എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം തന്നിട്ടില്ല. മാധ്യമപ്രവർത്തകയായിട്ട് തരണ്ട. ആസ് എ പേഴ്സൺ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ പിന്നെ എനിക്ക് പറയാലോ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ലേ. മറുപടി തിരിച്ച് അതേപോലെ തരുന്നത്. ആ സൈഡേ പറഞ്ഞിട്ടില്ലേ എന്തെങ്കിലും ഉപദ്രവം ഉണ്ടായോ എന്ന് ചോദിച്ചു. ഉപദ്രവം ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ ഞങ്ങള് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാർക്സിസ്റ്റുകാരാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിക്കുമ്പോ ഞാൻ വരേണ്ട ആവശ്യമില്ലല്ലോ. എനിക്കെങ്കിൽ പിന്നെ ശംസുദ്ദീൻ ആൾക്കാരെ നിങ്ങളെ വിളിച്ചിട്ടില്ലല്ലോ. ഒരിക്കലും വിളിച്ചില്ല. എനിക്ക് കൃത്യമായിട്ട് അറിവുണ്ടായിട്ട് തന്നെയാണ് വന്നത്. നമുക്ക് ഞങ്ങൾ സഖാക്കളാണെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ മനസ്സളന്നതാണ് പിണറായി വിജയൻ കേസ് കൊടുക്കാൻ. സഖാക്കളാണെന്ന് അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ എല്ലാവരുടെ അഭിപ്രായങ്ങൾ അറിയാൻ വേണ്ടിട്ട് തന്നെ. പേടിച്ചോടാനാണെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് ഓടാം. 3 പേര് സഖാക്കളാണ്.
അല്ല, നിങ്ങൾ സഖാക്കളായാലും എനിക്ക് എല്ലാവരും സിറ്റിസൺസ് മാത്രമാണ്. ഞാൻ ഇവിടുത്തെ മണ്ണാർക്കാടിന്റെ വൈബ് അറിയാൻ വന്നതാ, അല്ലാണ്ട് പിണറായി വിജയൻ ജയിക്കും അല്ലെങ്കിൽ ഇവര് എന്താണ് വൈബ് എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് എന്നോട് തിരിച്ചു ചോദിച്ചു എനിക്ക് ഉപദ്രവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അല്ല, എന്നോട് തിരിച്ചു ചോദ്യം വന്നത് എനിക്ക് ഉപദ്രവം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. എനിക്ക് ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്, നല്ല രീതിയിൽ ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്. ആ കാര്യം ഞാൻ തിരിച്ചും പറഞ്ഞു. നമ്മൾ തമ്മിൽ ജനങ്ങൾക്കിടയിൽ നല്ല നേട്ടം ഉണ്ടായിരുന്നു. സാധാരണ ജനങ്ങളുടെ മൊത്തത്തിൽ വൈബ് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാല് തുടരും. നമുക്കത് കാണാലോ. അല്ല, കണ്ടാലും അദ്ദേഹം തന്നെ ഭരിക്കേണ്ടതാണ്. ഇല്ലല്ലോ, LDF അല്ലാതെ ആര്? മറ്റാരും വരില്ല എന്ന് ഉറപ്പാണ് നിങ്ങൾക്ക്? അല്ല, ആര് വന്നാലും പരിശോധിച്ചാൽ നമുക്ക് അറിയില്ലേ, ആര് വന്നാലും ഞാൻ പണിയെടുത്ത എനിക്ക് ജീവിക്കാം എന്നുള്ള ഉറപ്പിൽ ജീവിക്കുന്ന ആളാ ഞാൻ പണിയെടുത്ത എനിക്ക് ജീവിക്കാം. അപ്പൊ പിന്നെ നിങ്ങളുടെ പിണറായി വിജയൻ വന്നാലും ഇല്ലെങ്കിലും എനിക്ക് പേഴ്സണലി അദ്ദേഹത്തോട് യാതൊരു വെറുപ്പുള്ള ആളല്ല. അല്ല, ഇവിടുത്തെ സംവാദം മാറിപ്പോയി. നമ്മുടെ പണിയെടുക്കാണ്ട് ജീവിക്കാന്ന് തെളിയിച്ച ആ ഒരു മാജിക് എന്താണെന്ന് അറിയാൻ പറ്റുമോ? എന്തോ കാര്യമായിട്ട് പറയണുണ്ട്. ആ ഒരു മാജിക് പറഞ്ഞുതരാമോ? പെൻഷൻ 4000 രൂപ വരെയാണ്. അത് എത്ര പ്രായം ആവണം? 60 വയസ്സ് 60 വയസ്സ് കഴിയണ്ട. എനിക്കിപ്പോ 60 ആയിട്ടില്ലല്ലോ ചേട്ടാ. അപ്പൊ ഞാൻ എങ്ങനെ ജീവിക്കും? ഞാൻ ചിരിച്ചു പോയനെ. അധ്വാനിക്കണം. അധ്വാനിച്ചാ ജീവിക്കാം. അല്ലാണ്ട് പണിയെടുക്കാണ്ട് ജീവിക്കാനായിട്ടുള്ള മാജിക് പഠിപ്പിച്ചു തന്ന ആളാണ് പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ എനിക്ക് യോജിക്കാൻ പറ്റില്ലല്ലോ. 60 വയസ്സാവുന്നവരെ ഒരു എത്ര വയസ്സായി? ഇനി ഒരു 30-32 കൊല്ലം കൂടി ഞാൻ കാത്തിരിക്കണം എന്നാണ് പറയണത്. കാത്തിരുന്നിട്ട് 60 വയസ്സ് കഴിഞ്ഞ് ഞാൻ അല്ല 30 വർഷം കൂടി കാത്തിരുന്നിട്ട് 30 വർഷം കൂടി കാത്തിരുന്നിട്ട് ഞാൻ എന്റെ ജോലിയൊക്കെ കളഞ്ഞിട്ട് പ്രസംഗിച്ചു കേട്ടില്ലേ വികസനങ്ങള്? അതൊക്കെ പിണറായി വിജയന്റെ വികസനങ്ങളാണ്. അതെന്നെ ആലോചിച്ചൂടെ ആ മൂപ്പരെ കുറിച്ചിട്ട്? പ്രസംഗം ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ഞാൻ അപ്പുറത്തായിരുന്നു. പ്രസംഗം ഞാൻ കേട്ടിട്ടില്ല. പറഞ്ഞു തന്നാലും മറുപടി പറയാം. വികസനം തന്നെ പറഞ്ഞത്. വികസനം അവിടെ നമ്മുടെ ഇവിടുത്തെ MLA വിചാരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ വികസനങ്ങളൊക്കെ കൃത്യമായിട്ട് സാധ്യമാവോ? അതാ വിചാരിക്കാത്ത രണ്ടെണ്ണുണ്ടല്ലോ, അട്ടപ്പാടി റോഡും കണ്ണംകുണ്ട് പാലവും. 15 വർഷമല്ലേ? അറിയില്ല. നമ്മള് മനുഷ്യന്മാർ അർഹിക്കുന്ന ഒരാള് തന്നെ വരട്ടെ. നിങ്ങൾ അർഹിക്കുന്ന ഒരു ആളെ തന്നെ നിങ്ങൾക്ക് കിട്ടട്ടെ. ഓരോ മനുഷ്യനും അർഹിക്കുന്ന ഭരണാധികാരി വരും. ഉറപ്പായിട്ടും നമ്മൾ അർഹിക്കുന്ന ഭരണാധികാരി തന്നെ നമുക്ക് വരും. അങ്ങനെ ഒരാള് തന്നെ വരട്ടെ. നിങ്ങൾ അർഹിക്കുന്നവരെ നിങ്ങൾക്ക് കിട്ടട്ടെ. ഓക്കെ.